ഹലോ ഞങ്ങളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഈ റോസ്മേരി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. റോസ്മേരി വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. പോലെ ആവില്ല ചിലപ്പോൾ വേറെയുള്ളവരുണ്ടാക്കുന്നത്, പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടോ ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഞാനത് കുറേ ആയിട്ടോ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് മുടി കൊഴിച്ചിലിനൊക്കെ നല്ല മാറ്റമുണ്ട് കേട്ടോ. ഇതൊക്കെ അനിയത്തി കേട്ടോ പറഞ്ഞു തന്നത്. ഇങ്ങനെ മുടി കൊഴിച്ചിലിനൊക്കെ മാറ്റമുണ്ട്, റോസ്മേരി വാങ്ങി ഉപയോഗിച്ച് നോക്കുക പറഞ്ഞിട്ടേ. അപ്പോൾ അവൾ കുറേ ആയിട്ടപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് എന്നെ പറഞ്ഞു തന്നപ്പോൾ ഞാനും ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ. ഞാൻ അമ്പാടിനെ പ്രസവിച്ചിട്ട് പിന്നെ മുടി നല്ല കൊഴിച്ചിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തേക്കൽ തുടങ്ങിയപ്പോൾ മുടി കൊഴിച്ചിലിനും നല്ല മാറ്റമുണ്ട്. പിന്നെ താരനില്ല. പിന്നെ ഞാൻ എപ്പോഴേലൊക്കെ കേട്ടോ ഞാൻ ഷാമ്പു ഉപയോഗിക്കുകയുള്ളൂ. അധികമൊന്നും അങ്ങനെ ഷാമ്പു ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ മീഷോന്ന് കേട്ടപ്പോൾ ഇത് ഓർഡർ ചെയ്തത്. എന്താ പറയുക, മീഷോന്ന് ഞാൻ എന്താ പറയുക ആദ്യം ഒന്ന് ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ വാങ്ങി കഴിഞ്ഞപ്പോൾ രണ്ടാമത്തത് ഓർഡർ ചെയ്താൽ കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എന്താ പറയുക 143 രൂപയായിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്. അപ്പോൾ അങ്ങനെ റോസ്മേരിയൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിട്ടോ. ഞാൻ രാത്രി ഞാനത് വെള്ളത്തിലിട്ട് വെച്ചിട്ടോ. വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് പുതർന്ന് കിട്ടാൻ വേണ്ടിയിട്ടോ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത്. അപ്പോൾ അങ്ങനെ പുതർന്ന് കിട്ടിയപ്പോൾ ഞാനത് തിളപ്പിച്ചെടുക്കാൻ നേരിട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക കറണ്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ട് നല്ല ചുവന്ന കളറാവണം കേട്ടോ. നമ്മളെ ചായയുടെ കളറില്ലേ അതേപോലെ നല്ല കളറാവണം കേട്ടോ. അപ്പോൾ എന്താ പറയുക ഞാനിപ്പോൾ അത് ഉപയോഗിക്കാൻ തുടങ്ങിയ മുതലിപ്പോഴേക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. മുടിക്ക് നല്ല മുടി കൊഴിച്ചിലിനും മാറ്റം വന്നിട്ടുണ്ട്. അതേപോലെ താരനും ഇല്ല. പിന്നെ ഇങ്ങനെ നല്ല മുടി ഇങ്ങനെ തൊടുമ്പോൾ നല്ലൊരു ഉള്ളു തോന്നിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചപ്പോൾ ഞാനങ്ങനെ അത് ഇളക്കി കൊടുക്കണം കേട്ടോ, തിളച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സോനു വന്നിട്ട് സോനു ഇപ്പോൾ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ തിളച്ച് പോകുമ്പോൾ അടുപ്പിൻ്റെ മുകളിൽ പോകണ്ടല്ലോ വെച്ചിട്ടേ അപ്പോൾ എന്നെ സഹായിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തിളച്ച് വരുമ്പോഴേ നല്ലൊരു വിക്സിൻ്റെ മണം കേട്ടോ വരുന്നത്. അപ്പോൾ എന്താ പറയുക നല്ല ചുവന്ന കളറായിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല കട്ടും കളറായി വന്നിട്ട് നമുക്കത് ഓഫാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് ഞാൻ തലേദിവസം വെള്ളത്തിൽ വെച്ച കാരണം നല്ല അങ്ങോട്ട് പുതർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിൽ അതിൻ്റെ ഇതൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അത് തണുത്തിട്ട് നമുക്കത് ബോട്ടിൽ അങ്ങനെ ഞങ്ങൾ റോസ്മേരി വെള്ളം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഒന്ന് എന്താ നല്ല ചൂടാറി കഴിഞ്ഞിട്ടാണ് ഞാൻ കുപ്പിയിലാക്കിച്ചത്. അപ്പോൾ ഞാൻ ഈ ബോട്ടിൽ വാങ്ങിയത് മീഷോന്നാണ് കേട്ടോ. മീഷോന്ന് ഞാൻ 2 കുപ്പി ഇങ്ങനത്തെ സ്പ്രേ ബോട്ടിലും വാങ്ങി. പിന്നെ 2 കുപ്പി മറ്റേ എന്താ പറയുക എണ്ണ നമ്മൾ ഇതാക്കൂലേ അങ്ങനത്തെയും വാങ്ങിട്ടോ. അപ്പോൾ എന്താ പറയുക ഇതിലാക്കിക്കുമ്പോൾ സ്പ്രേ പോലെ അടിക്കാൻ നല്ല സുഖം. കയ്യിൽ ആക്കിയിട്ട് പാടുമ്പോൾ അപ്പോൾ മുടിയുടെ ഓട്ടിൽ കൂടിയൊക്കെ ഞാൻ സ്പ്രേ പോലെ ചെയ്ത് കൊടുത്തിട്ടോ. എന്താ പറയുക അങ്ങനെ കുപ്പിയിലാക്കിയിട്ട് നമ്മൾ സ്പ്രേ പോലെ അടിച്ചു കൊടുക്കുമ്പോഴാണ് മുടിയുടെ ഓട്ടിൽ കൂടിയൊക്കെ ചെല്ലുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ കയ്യിലാക്കിയിട്ട് ഇങ്ങനെ എന്താ പറയുക തലയിൽ തേച്ച് കൊടുത്തതിൽ അങ്ങനെ വല്ലാതെ അങ്ങനെ പിടിക്കില്ല. അപ്പോൾ ഞാനിത് മീഷോന്ന് 2 കുപ്പി ഇങ്ങനെ 2 കുപ്പി വാങ്ങിയത് കേട്ടോ. അപ്പോൾ സ്പ്രേ പോലത്തെ അപ്പോൾ എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നു, അത് കാണാനില്ല. അപ്പോൾ ഞാൻ 2 വാങ്ങിയത്. കടയിലൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനത്തെ ഒന്നും കിട്ടാനില്ല. അപ്പോൾ ഞാൻ അങ്ങനെ മീഷോയിൽ നോക്കിയപ്പോൾ മീഷോയിൽ കണ്ടപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തതാണ് കേട്ടോ. മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം മുടിയുടെ ഓട്ടിലൊക്കെ ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. നല്ല നല്ല മാറ്റം കേട്ടോ തേച്ച് കൊടുക്കുമ്പോൾ. അപ്പം ഞാൻ എന്താ പറയുക ഇത് ഇപ്പോൾ കുറേ ആയിട്ടോ അങ്ങനെ തേക്കൽ തുടങ്ങിയിട്ട്. അപ്പം നല്ല മുടിക്ക് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടോ മുടി നീങ്ങളുണ്ട് കേട്ടോ. പക്ഷേ ഉള്ളു കുറച്ച് കുറവായിരുന്നു. ഇപ്പോൾ ഇത് തേക്കൽ തുടങ്ങിയ മുതൽ എന്താ പറയുക ഉള്ളുണ്ട് കേട്ടോ. മുടിക്ക് നല്ല ഉള്ളുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക രാത്രിയാണ് പിന്നെ കൂടുതൽ ഉപയോഗിക്കൽ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചത് കേട്ടോ. അപ്പോൾ എന്താ പറയുക ഞാൻ ഇത് തേച്ച് ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടെ മുടിക്ക്. അങ്ങനെ ചെയ്യലാണ്. അപ്പോൾ മുടി ഇങ്ങനെ കെട്ടിക്കണം. ആദ്യം ഇങ്ങനെ മുടിയൊക്കെ ചീന്തി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഊരി നല്ല പോരും കേട്ടോ. ചെറുപ്പിലൊക്കെ നല്ല മുടി ഉണ്ടാകും. അപ്പോൾ അങ്ങനെ മുടി വല്ലാതെ അങ്ങനെ കൊഴിയുന്നില്ല കേട്ടോ ഇത് തേക്കൽ തുടങ്ങിയ മുതൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. പമ്പാടി ഒക്കെ തുറന്ന് അതിൻ്റെ വെള്ളമൊക്കെ കളയൽ തുടങ്ങി കേട്ടോ.